Next chapter, partial differential equations. Partial differential equation എന്ന് പറഞ്ഞാൽ an equation involving partial derivatives എന്നാണ് മീനിങ്. ഡെഫിനിഷനായിട്ട് പറയുവാണെങ്കിൽ an equation involving one or more partial derivatives of an unknown function of two or more independent variables is called a partial differential equation or PDE. അതായത് ഒരു അൺനോൺ ഫംഗ്ഷൻ വിത്ത് ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അതായത് സാധാരണ നമ്മൾ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുള്ള ഫങ്ഷൻസാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പറയുന്നത് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉള്ള ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. അപ്പോൾ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സും വൈയും ഉണ്ടെങ്കിൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, അതുപോലെ വിത്ത് റെസ്പെക്ട് ടു വൈയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അവിടെ കിട്ടും. അതേപോലെ അതിൻ്റെ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, എഗെയിൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഓർഡർ, അങ്ങനെ നമുക്ക് ഓർഡർ ഓഫ് ദ ഡിഫറെൻറ്റ് ഓർഡറിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കിട്ടും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് കാണാം. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0. അത് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, ഒരു PDE ആണ്. അതിനകത്ത് യു എന്ന് പറയുന്ന അൺനോൺ ഫംഗ്ഷന്, എക്സ് വൈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവാണ്, ഡോ യു ബൈ ഡോ വൈ അടുത്തൊരു പാർഷ്യൽ ഡെറിവേറ്റീവാണ്. ഇത് തമ്മിൽ ഉള്ള ഒരു റിലേഷനാണ് ആ ഇക്വേഷൻ. അതുപോലെ അടുത്ത എക്സാമ്പിൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ. അടുത്തത് ഡോ യു ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു വൈ. ഓക്കെ, ഇനി ഓർഡർ ഓഫ് എ PDE. Order of a partial differential equation is the order of the highest order partial derivative occurring in the equation. അതായത് ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഓർഡറാണ് ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇവിടെ കാണുക ഫസ്റ്റ് എക്സാമ്പിൾ, അതിനുശേഷം ഡിഗ്രിയും കൂടെ പറഞ്ഞിട്ട് ഒന്നിച്ച് എക്സാമ്പിൾസ് കാണാം. ഡിഗ്രി ഓഫ് എ PDE. The greatest exponent of the highest order derivative is in a PDE is called a degree. അതായത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ അതിൻ്റെ എക്സ്പോണൻറ്റിനെയാണ് നമ്മൾ, അതിൻ്റെ എക്സ്പോണൻ്റായി വരുന്ന ഗ്രേറ്റസ്റ്റ് നമ്പറിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ദ ഡിഗ്രി ഓഫ് ദ PDE എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0. ആ ഇക്വേഷനിൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മാത്രമാണ് ഉള്ളത്. ഈച്ച് ടേമും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. സോ ഓർഡർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഡിഗ്രി എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഏതെടുത്താലും അതിൻ്റെ ഡിഗ്രി എക്സ്പോണൻ്റ് ആയിട്ട് 1 തന്നെയാണ്. സോ ഡിഗ്രി 1 തന്നെയാണ്. അടുത്ത സെക്കൻഡ് എക്സാമ്പിൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ. ആ എക്സാമ്പിളിനകത്ത് നമുക്ക് ഒരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവും ഒരു ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ആണ് ഉള്ളത്. സോ ഓർഡർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഓർഡറാണ്. ഇവിടെ ഒരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉള്ളത് കൊണ്ട് ഈ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ എക്സ്പോണൻ്റ് ആണ്. ഇവിടെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പോണൻ്റ് ഇവിടെ 1 ആണ്. സോ ഡിഗ്രി 1 ആണ്. അടുത്ത തേർഡ് എക്സാമ്പിൾ ഡോ യു ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു വൈ. ഈ ഇക്വേഷനിൽ ഡെറിവേറ്റീവ്സ് എല്ലാം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ് ഉള്ളത്. ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണുള്ളത്. സോ ഓർഡർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇനി ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ ഡോ യു ബൈ ഡോ എക്സിൻ്റെ എക്സ്പോണൻ്റ് ആയിട്ട് 2ഉം ഡോ യു ബൈ ഡോ വൈയുടെ എക്സ്പോണൻ്റ് ആയിട്ട് 1ഉമാണ് ഉള്ളത്. സോ ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് എക്സ്പോണൻ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സിൻ്റെ എക്സ്പോണൻ്റാണ് 2 വന്നിട്ടുണ്ട്. സോ ഡിഗ്രി എന്ന് പറയുന്നത് 2 എടുത്തു. അങ്ങനെയാണ് ഡിഗ്രി ഓർഡറും ഓഫ് എ PDE പറയുന്നത്. അടുത്തത് ലീനിയർ ഇക്വേഷൻ. എ PDE ഈസ് സെറ്റ് ടു ബി ലീനിയർ ഇഫ് ഇറ്റ് ഈസ് of the first degree in the independent variable and its partial derivatives. That is, the most general form of a first order linear PDE is P of xy into dou z by dou x plus Q of xy into dou z by dou y
ഈക്വൽ ടു ആർ ഓഫ് എക്സ് വൈ ഇൻറ്റു ഇസഡ് പ്ലസ് എസ് ഓഫ് എക്സ് വൈ. അതായത് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനും പാർഷ്യൽ ഡെറിവേറ്റീവ്സും എല്ലാം അതിൻ്റെ എല്ലാം ഡിഗ്രി 1 ആയിരിക്കും. അതായത് എക്സ്പോണൻറ്റ് 1 ആയിരിക്കും, അതിൻ്റെ എല്ലാം പവർ 1 ആയിരിക്കും. അതുപോലെ അതിൻ്റെ പ്രൊഡക്റ്റ് ടൈംസ് ഒന്നും ആ ഇക്വേഷനിൽ വരില്ല. ഇവിടെ നോക്കുക, പി ഓഫ് എക്സ് വൈ ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു. ഇവിടെ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ് ഇവിടുത്തെ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇതിൻ്റെ കൂടെ ഒന്നും ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇസഡാണ്, എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഈ പി മാത്രമേ ഉള്ളൂ. പിയുടെ എക്സ്പോണൻ്റ് ആയിട്ട് ഇവിടെ 1 ആണ്. സോ മാത്രമല്ല ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വന്നേക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇസഡ് ആയിട്ടുള്ള ഇസഡിൻ്റെ ടൈം ഇല്ലാത്ത ഒരു ഫംഗ്ഷനാണ് ഇവിടെ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ നോക്കുക, ഡോ ഇസഡ് ബൈ ഡോ വൈയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇസഡിൻ്റെ ടേംസ് ഒന്നുമില്ല. അതുപോലെ ഡോ ഇസഡ് ബൈ ഡോ വൈയുടെ എക്സ്പോണൻ്റ് ഇവിടെ 1 ആണ്. ഇവിടെ ഇസഡിൻ്റെ ടേമുണ്ട്. ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എക്സും വൈകളും മാത്രമുള്ള ഒരു ഫംഗ്ഷനാണ്. അതുപോലെ ഇസഡിൻ്റെ എക്സ്പോണൻ്റ് ഇവിടെ 1 ആണ്. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ലീനിയർ എന്ന് പറയണമെങ്കിൽ ആ ഇക്വേഷനിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ പ്രൊഡക്റ്റ് ടൈംസ് വരാൻ പാടില്ല. അതേപോലെ അതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സ്പോണൻ്റ് 1 ആയിരിക്കണം. സോ ദെൻ വി സേ ദാറ്റ് ദ ഇക്വേഷൻ ഈസ് എ ലീനിയർ PDE. അടുത്തത് മോസ്റ്റ് ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഓർഡർ ലീനിയർ PDE in two independent variables x and y is a into dou square u by dou x square plus b into dou square u by dou x dou y plus c into dou square u by dou y square plus d into dou u by dou x plus e into dou u by dou y plus f into u equal to g, where a, b, c, d, e, f and g are functions of x and y. If g equal to 0, this equation is homogeneous, otherwise it is non-homogeneous. നോക്കുക, നമ്മുടെ ലീനിയർ സെക്കൻഡ് ഓർഡർ ലീനിയർ PDEയുടെ ജനറൽ ഫോമാണ് കൊടുത്തിട്ടുള്ളത്. എ ബി സി ഡി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. എക്സ് ആൻഡ് വൈ ഉള്ളി. എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, സി ഡി ഇ എഫ് ജി ഇതെല്ലാം ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഉള്ളിയാണ്. ഇവിടെ ഒന്നും ഡിപ്പെൻഡൻറ്റ് വേരിയബിളോ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സോ ഒന്നും എക്സ്ട്രാ വരുന്നില്ല. ഇവിടെ നോക്കി, ഇവിടെ എല്ലാത്തിൻ്റെയും എക്സ്പോണൻറ്റ് 1 ആണ്. ഇതിൻ്റെ എക്സ്പോണൻറ്റ് 1 ആണ്, ഇതിൻ്റെ പവർ 1 ആണ്, ഇതിൻ്റെ പവർ 1 ആണ്, ഇതിൻ്റെ എല്ലാം പവറുകൾ 1 ആണ്. യുവിൻ്റെ പവറും 1 ആണ് ഇവിടെ. സോ ഇത് എന്താണ്? ലീനിയർ സ്പെഷ്യലിക്കേഷനാണ്. ഇനി ഇത് ഹോമോജീനിയസ് ആണെന്ന് പറയണമെങ്കിൽ ഇവിടുത്തെ ജി എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, അത് ദിസ് ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന ഫോമിലാണെങ്കിൽ, ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളോ പാർഷ്യൽ ഡെറിവേറ്റീവ്സോ ഇല്ലാത്ത ഒരു ടേം പോലും ഉണ്ടാവരുത് ഇക്വേഷനിൽ. അങ്ങനെ ഒരു ടേം ഉണ്ടെങ്കിൽ ഇത് നോൺ ഹോമോജീനിയസ് ആയിരിക്കും. ഇതിനകത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളോ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സോ ഇല്ലാത്ത ഒരു ടേം ഉണ്ടെങ്കിൽ അത് നോൺ ഹോമോജീനിയസ് ആയിരിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ അത് ഹോമോജീനിയസ് ആയിരിക്കും. ഇവിടെ നോക്കാം, ഇവിടെ ജി എന്ന് പറയുന്ന ടേം ഇല്ലെങ്കിൽ ഇത് ഹോമോജീനിയസ് ആണ്. ഇനി ജി നോൺ സീറോ ആയിട്ടുണ്ടെങ്കിൽ അത് നോൺ ഹോമോജീനിയസ് ആണ്. അതായത് അടുത്ത ഡെഫിനിഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇഫ് ഈച്ച് ടേം ഓഫ് ദ PDE കണ്ടെയ്ൻസ് എയ്തർ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓർ വൺ ഓഫ് ഇറ്റ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ദ ഇക്വേഷൻ ഈസ് സെഡ് ടു ബി ഹോമോജീനിയസ്, അതർവൈസ് ഇറ്റ് ഈസ് നോൺ ഹോമോജീനിയസ്. അതായത് ആ ഇക്വേഷൻ്റെ അകത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ എല്ലാ ടൈമിലും പാർഷ്യൽ ഡെറിവേറ്റീവ്സോ അല്ലെങ്കിൽ ആ അൺനോൺ ഫംഗ്ഷനോ ഉണ്ടാവണം. അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്താവില്ല, ഇല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഹോമോജീനിയസ് അല്ലെന്ന് പറയും. എല്ലാ ടേംസിലും അതുണ്ടെങ്കിൽ, എല്ലാ ടേംസിലും ഇവിടെ ജി എന്ന് പറയുന്ന ടേംസിൻ്റെ കൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സോ അൺനോൺ ഫംഗ്ഷനോ ഇല്ല. സോ ഈ ഇക്വേഷൻ ജി ഇവിടെ നോൺ സീറോ ആവുന്ന കേസിൽ ഇത് നോൺ ഹോമോജീനിയസ് ആണ്. ഈ ജി സീറോ ആവുന്ന കേസിൽ ഇവിടെ എന്ത് പറ്റും? ബാക്കി എല്ലാ ടേംസിൻ്റെയും കൂടെ അൺനോൺ ഫംഗ്ഷനും അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സോ ഉണ്ട്. സോ ഇത് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ഇത് ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയും. സം ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ, ഫസ്റ്റ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനാണ്. ഇത് ചില ഇമ്പോർട്ടൻറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു
c square into dou square u by dou x square. അതുപോലെ സെക്കൻഡ് വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ dou u by dou t equal to c square into dou square u by dou x square. Third one, dou square u by dou x square plus dou square u by dou y square equal to 0. ഇത് 2-dimensional Laplace equation. Next, 2-dimensional Poisson equation. Dou square u by dou x square plus dou square u by dou y square equal to f of xy. Fifth one, dou square u by dou t square equal to c square into dou square u by dou x square plus dou square u by dou y square. That is 2-dimensional wave equation. Last one, dou square u by dou x square plus dou square u by dou y square plus dou square u by dou z square equal to 0. 3-dimensional Laplace equation. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നോക്കുക. ഇതിനകത്ത് ഇവിടെ എല്ലാം നോക്കുക. ഈ ഇക്വേഷനിലെ ഡിഗ്രി എത്രയാണ്? ഈ ഇക്വേഷൻ്റെ ഡിഗ്രി 2 ആണ്. ഓർഡർ 2 ആണ്, ഡിഗ്രി 1 ആണ്. കാരണം എല്ലാത്തിൻ്റെ എക്സ്പോണൻറ്റ് 1 ആണ്. പക്ഷേ ഓർഡർ ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഉണ്ട്, അതുകൊണ്ട് ഇത് ഓർഡർ 2 ആണ്. ഇതിൻ്റെ ഓർഡർ 2 ആണ്, ഡിഗ്രി 1 ആണ്. ഇതിൻ്റെ ഓർഡർ 2 ആണ്, പക്ഷേ ഡിഗ്രി 1 ആണ്. ഇത് ഓർഡർ 2 ആണ്, ഡിഗ്രി 1 ആണ്. ഇവിടെ ഓർഡർ 2 ആണ്, ഡിഗ്രി 1. ഇത് ഓർഡർ 2, ഡിഗ്രി 1. ഓക്കെ, ഇനി ഹോമോജീനിയസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നോക്കുക, ഇവിടെ എല്ലാ ടേംസിനും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വന്നിട്ടുണ്ട്. സോ ഇത് ഹോമോജീനിയസ് ആണ്. ഇവിടെ എല്ലാ ടേംസിനും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വന്നിട്ടുണ്ട്. സോ ഇത് ഹോമോജീനിയസ് ആണ്. ഇതിലും എല്ലാ ടേംസിനും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഇത് ഹോമോജീനിയസ് ആണ്. ഇതിൽ ഈ രണ്ട് ടേംസിനും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ നോൺ സീറോ ആകുന്ന കേസിൽ ഇതെന്താവില്ല, ഹോമോജീനിയസ് ആവില്ല. ഇവിടെ ഈ ടേമിൽ എന്ത് വന്നിട്ടില്ല, പാർഷ്യൽ ഡെറിവേറ്റീവോ അൺനോൺ ഫംഗ്ഷനോ വന്നിട്ടില്ല. സോ ഇത് നോൺ ഹോമോജീനിയസ് ഇക്വേഷനാണ്. ഇത് 2-dimensional പോസോൺ ഇക്വേഷൻ മാത്രം നോൺ ഹോമോജീനിയസ് ആയിട്ടുണ്ട്. കാരണം ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നോൺ സീറോ ആകുന്ന കേസിൽ ഇതെന്താവില്ല, ഹോമോജീനിയസ് ആവില്ല. അടുത്ത ലാസ്റ്റ് ഫിഫ്ത്ത് വണ്ണിൽ എല്ലാ ടൈമിലും തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. സോ ഇത് ഹോമോജീനിയസ് ആണ്. ഇവിടെയും എല്ലാ ടൈംസിലും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്, ഇതും ഹോമോജീനിയസ് ആണ്. അപ്പം പോസോൺ ഇക്വേഷൻ 2-dimensional പോസോൺ ഇക്വേഷൻ മാത്രം എഫ് നോട്ട് ഈക്വൽ ടു 0 ആകുന്ന കേസിൽ നോൺ ഹോമോജീനിയസ് ആയിരിക്കും. എഫ് ഈക്വൽ ടു 0 ആകുന്ന കേസിൽ അതും എന്താണ്, ഹോമോജീനിയസ് ആണ്. എഫ് ഈക്വൽ ടു 0 ആകുന്ന കേസിൽ അതെന്ത് തന്നെയാണ്, ലാപ്ലേസ് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻസിൽ സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ടി എന്ന് പറയുന്നത് ടൈമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നതെല്ലാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. അതുപോലെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിനകത്തെ കോർഡിനേറ്റ്സിൻ്റെ എണ്ണമാണ്. ഇക്വേഷനിൽ എത്ര കോർഡിനേറ്റ്സ് യൂസ് ചെയ്തെന്നുള്ളതാണ് ഇക്വേഷൻ ഡയമെൻഷൻ എന്ന് പറയുന്നതിനോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് ഹോമോജീനിയസ് ആണെന്നുള്ള ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. 2-dimensional പോസോൺ ഇക്വേഷൻ നോൺ ഹോമോജീനിയസ് ആണ് വെൻ എഫ് നോട്ട് ഈക്വൽ ടു 0. ബാക്കി എല്ലാ ഇക്വേഷൻസും ഹോമോജീനിയസ് ഇക്വേഷൻസ് ആണ്. ഇനി സൊല്യൂഷൻ ടു എ PDE എന്താണെന്നാണ് പറയുന്നത്. എ സൊല്യൂഷൻ ടു എ PDE ഈസ് ദ ഫംഗ്ഷൻ ദാറ്റ് ഹാസ് ഓൾ ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്പിയറിംഗ് ഇൻ ദ ഇക്വേഷൻ ആൻഡ് സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ. അതായത് ഒരു ഫംഗ്ഷനെ നമ്മൾ സൊല്യൂഷൻ ഓഫ് എ PDE എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ആ ഇക്വേഷനിലുള്ള എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ആ ഫംഗ്ഷൻ്റെ എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യണം. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആ ഫംഗ്ഷൻ ആ PDEയുടെ ഒരു സൊല്യൂഷനാണെന്ന് പറയും. അതിന് എക്സാമ്പിളായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഫോർ ദ 2-dimensional ലാപ്ലേസ് ഇക്വേഷൻ dou square u by dou x square plus dou square u by dou y square equal to 0, the following functions are solutions. First one, u equal to x square minus y square. Second one, u equal to x square e raised to x cos y. Third one, u equal to log x square plus y square. ഈ 3 ഫങ്ഷൻസും മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അത് പിന്നീട് എക്സസൈസ് ആയിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇനി യുണീക്ക് സൊല്യൂഷൻ, ഇപ്പോൾ നമ്മൾക്ക് കണ്ട ലാപ്ലേസ് ഇക്വേഷന് 3 സൊല്യൂഷൻസ് നമ്മൾ കണ്ടു. നമുക്കൊരു യുണീക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആ PDEയുടെ കൂടെ സം കണ്ടീഷൻസ് കൂടെ, അഡീഷണൽ കണ്ടീഷൻസ് കൂടെ പറയും. അപ്പോൾ മാത്രം നമുക്ക് യുണീക്ക് സൊല്യൂഷൻ കിട്ടുള്ളൂ.
അപ്പം ഒരു PDE വിത്ത് ബൗണ്ടറി കണ്ടീഷൻസോ അല്ലെങ്കിൽ ഒരു PDE വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസോ ആണെങ്കിൽ നമുക്ക് ഇവിടെ യൂണിക് സൊല്യൂഷൻ കിട്ടും. അല്ലാത്ത കേസിൽ നമുക്ക് യൂണിക് സൊല്യൂഷൻ കിട്ടണമെന്നില്ല. നമുക്ക് ഇപ്പോൾ കണ്ടതുപോലെ ഒരു ഇക്വേഷൻ തന്നെ 3 സൊല്യൂഷൻസൊക്കെ വരാം. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ദ കണ്ടീഷൻ ദാറ്റ് ദിസ് സൊല്യൂഷൻ യു അസ്യൂം ഗിവൺ വാല്യൂസ് ഓൺ ദ ബൗണ്ടറി ഓഫ് ദ റീജിയൻ കൺസിഡേർഡ്. അതായത് നമ്മൾ ഈ PDE പറയുന്നതും അതിൻ്റെ സൊല്യൂഷനൊക്കെ പറയുന്ന ഒരു റീജിയനിലാണ്. ആ റീജിയനിൻ്റെ ബൗണ്ടറിയിലെ ആ ഫംഗ്ഷൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ആ ഫംഗ്ഷൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂസൊക്കെ തരും. അപ്പോൾ അതൊക്കെ ബൗണ്ടറി കണ്ടീഷൻസ് പറയും. അത്തരം കണ്ടീഷൻസ് ഉള്ള PDE ആണെങ്കിൽ നമ്മൾ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് എന്ന് പറയും. അതേപോലെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ ടൈമിനെ മെൻഷൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻസ്. അതായത് നമ്മൾ മുമ്പേ കണ്ട ഇക്വേഷൻസിൽ ഹീറ്റ് ഇക്വേഷനിലൊക്കെ T എന്ന് പറയുന്ന വേരിയബിൾ വരുന്നുണ്ട്. ഹീറ്റ് ഇക്വേഷനിലുണ്ട്, വേവ് ഇക്വേഷനിലൊക്കെ T എന്ന് പറയുന്ന വേരിയബിൾ വരുന്നുണ്ട്. ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആയിരുന്നു. അവിടെ ടൈം 0 ആയ സമയത്തെ ഫംഗ്ഷൻ്റെയോ അൺനോൺ ഫംഗ്ഷൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെയോ വാല്യൂസ് ഇക്വേഷൻ്റെ കൂടെ തരും. അങ്ങനെയുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതാണ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ കണ്ടീഷൻസിനാണ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ അൺനോൺ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ 0 ടൈമിലെ വാല്യൂസ് തരുന്നതിനാണ് ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു PDE വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസോ ബൗണ്ടറി കണ്ടീഷൻസോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു യൂണിക് സൊല്യൂഷൻ കിട്ടും. അല്ലാത്ത കേസിലൊക്കെ ചിലപ്പോൾ മോർ ദാൻ 1 സൊല്യൂഷൻസ് കിട്ടാം. അടുത്തത് ഫണ്ടമെൻ്റൽ തിയറമാണ് പറയുന്നത്. ഫണ്ടമെൻ്റൽ തിയറം പറയുന്നത് നമുക്ക് 2 സൊല്യൂഷൻസ് ഓഫ് എ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ 2 സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും ആ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കുമെന്നാണ്. ഇഫ് U1 ആൻഡ് U2 ആർ എനി solutions of a linear homogeneous partial differential equation in some region, then U equal to C1 U1 plus C2 U2, where C1 and C2 are any constants, is also a solution of that equation in that region. അതായത് U1 U2 2 സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കണം. ഹോമോജീനിയസ് ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ 2 സൊല്യൂഷൻസ് ആണ് U1 U2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായ C1 U1 പ്ലസ് C2 U2 ഈസ് ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ദ PDE. ഓക്കെ, അതാണ് ഫണ്ടമെൻ്റൽ തിയറം. അതിൻ്റെ മറ്റൊരു പേരാണ് സൂപ്പർ പൊസിഷൻ തിയറം അല്ലെങ്കിൽ ലീനിയാരിറ്റി പ്രിൻസിപ്പിൾ എന്നും പറയുന്നു. അടുത്ത് നമ്മൾ പ്രോബ്ലമായിട്ട് എഴുതിയിരിക്കുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ലാപ്ലേസ് ഇക്വേഷന് 2 ഡയമെൻഷണൽ ലാപ്ലേസ് ഇക്വേഷന് 3 സൊല്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് വെരിഫൈ ചെയ്യുന്ന എക്സാമ്പിളാണ് അടുത്തതായിട്ട് കാണുന്നത്. വെരിഫൈ ദ ഫോളോവിങ് ഫങ്ഷൻസ് ആർ സൊല്യൂഷൻസ് ഓഫ് ദ 2 ഡയമെൻഷണൽ ലാപ്ലേസ് ഇക്വേഷൻ ഡോ സ്ക്വയർ U by ഡോ x square പ്ലസ് ഡോ സ്ക്വയർ U by ഡോ y square ഈക്വൽ ടു 0. ഫസ്റ്റ് വൺ U ഈക്വൽ ടു x square മൈനസ് y square. അപ്പോൾ നമുക്ക് ഡോ സ്ക്വയർ U by ഡോ x squareും ഡോ സ്ക്വയർ U by ഡോ y squareും കണ്ടുപിടിക്കാം. എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. U ഈക്വൽ ടു x square മൈനസ് y square ആണ്. ഡോ U by ഡോ x ഈക്വൽ ടു 2x, ഡോ U by ഡോ y ഈക്വൽ ടു മൈനസ് 2y, ഡോ U square U by ഡോ x square ഈക്വൽ ടു 2, ഡോ സ്ക്വയർ U by ഡോ y square ഈക്വൽ ടു മൈനസ് 2. So sum equal to 0. So which verifies U is a solution of the 2-dimensional Laplace equation. And second one, here U equal to e raised to x cos y. അവിടെ നമ്മൾ എന്ത് തന്നെ ചെയ്യുന്നു, ഡോ സ്ക്വയർ U by ഡോ x square ആൻഡ് ഡോ സ്ക്വയർ U by ഡോ y square കണ്ടുപിടിക്കുന്നു. ഡോ സ്ക്വയർ U by ഡോ x square ഈക്വൽ ടു e raised to x cos y എന്നും ഡോ സ്ക്വയർ U by ഡോ y square ഈക്വൽ ടു മൈനസ് e raised to x cos y എന്നും കിട്ടി. ആഡ് ചെയ്യുന്നത് വഴി 0 എന്ന് കിട്ടുന്നു. സോ അതും എന്തിന് പറയാം, which verifies that U is a solution of the given 2-dimensional Laplace equation. And then U equal to log x square plus y square. ഇവിടെയും നമ്മൾ ഡോ സ്ക്വയർ U by ഡോ x square കണ്ടുപിടിച്ചു. അപ്പോൾ 2 ഇൻറ്റു y square മൈനസ് x square ഇൻറ്റു a square ഡിവൈഡഡ് ബൈ x square പ്ലസ് y square ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെ നമ്മൾ കോഷ്യൻ റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ. കാരണം ഡോ U by ഡോ x എടുത്തപ്പോൾ നമുക്ക് 2x ബൈ x square പ്ലസ് y square എന്നാണ് കിട്ടിയത്. അവിടെ മുകളിലും താഴെയും എക്സിൻ്റെ ഫങ്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡോ സ്ക്വയർ U by ഡോ x square എടുത്തപ്പോൾ കോഷ്യൻ റൂള് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ
ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടുന്നു. സോ യു ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി 2-dimensional Laplace equation എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് പ്രോബ്ലം, വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ യു ഈക്വൽ ടു e raised to 2t cos x is a solution of the given equation given below. That is for a suitable value of c. Dou u by dou t equal to c square into dou square u by dou x square. നമുക്ക് കാണിക്കുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ്. സം സ്യൂട്ടബിൾ വാല്യൂ ഓഫ് സി. ഇപ്പം യു ഈക്വൽ ടു e raised to 2t cos x ആണ്. നമുക്ക് ആ ഇക്വേഷനിലുള്ളത് ഡോ യു ബൈ ഡോ ടിയും ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും ആണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഡോ യു ബൈ ഡോ ടി കണ്ടുപിടിച്ചു. അതെന്ന് പറഞ്ഞാൽ 2 e raised to 2t cos x ആണ്. അതുപോലെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ മൈനസ് e raised to 2t cos x എന്ന് കിട്ടി. സോ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും c സ്ക്വയർ ഈക്വൽ ടു -2 എന്ന് കിട്ടും. c സ്ക്വയർ ഈക്വൽ ടു -2 ഇംപ്ലൈസ് c ഈക്വൽ ടു +or-i√2. സോ c ഈക്വൽ ടു +or-i√2 ആകുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഏത്? u ഈക്വൽ ടു e raised to 2t cos x. സോ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ഹീറ്റ് ഇക്വേഷൻ. നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഹീറ്റ് ഇക്വേഷനാണ്, നമ്മൾ ഫസ്റ്റ് കണ്ടതാണ്.